കാളിയും ഭൈരവനും കൂടി ചേർന്നുള്ള ശക്തി. അവിടെ നിത്യം ആരാധിച്ചു പോകുന്ന ദൈവങ്ങൾ. ആ ദൈവങ്ങളെ ഇപ്പൊ നമ്മ കണ്ടത്. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ, സമയമാകുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പേടിയാവുന്നു മാധവ. പേടിക്കാനൊന്നുമില്ല ഏട്ടാ. നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. എന്തോ ഈ കാണിക്കുന്നേ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സ്റ്റെപ്പ്. ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കില്ല. എത്ര തവണ ഞാനത് കളിച്ചു. ആ കളിച്ച സാധനം ഒന്ന് കളിക്കാൻ നിങ്ങൾക്ക് എന്താ പറ്റില്ലേ? കുറെ ആറ്റിറ്റ്യൂഡും ജാടയും പൊങ്ങോച്ചം കാണിച്ച് നിന്നിട്ട് കാര്യമില്ല. പറയുന്ന സാധനം മര്യാദക്ക് ചെയ്യാൻ പഠിക്കണം ആദ്യം. ഒരേ സാധനം തന്നെ എപ്പോഴെപ്പോഴും പറഞ്ഞു തരാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല കേട്ടോ. എന്തുവാ? എന്റെ പൊട്ടാസെ, കൂൾ ഡൗൺ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത്? ആർ യു ഓൺ യുവർ പീരിയഡ്സ്? പറയടി പെണ്ണെ. ഈ പൊട്ടിത്തെറി കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. ഓ, വലിയ കാര്യമായിപ്പോയി. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കിടന്ന് ചൂടാവല്ലേ. നമുക്ക് ഡാൻസ് ഒക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യാം. ഈ സമയത്ത് നീ എന്തിനാ ഡാൻസ് ചെയ്യാൻ വന്നേ? പോയി റെസ്റ്റ് എടുക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കളിക്കാം. പൊട്ടാസെ, ഞാൻ വടി എടുത്ത് തല്ലും. മര്യാദക്ക് പോയി റൂമിൽ പോയി കിടക്കടി. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഈശ്വര, ഈ പെണ്ണിന്റെ മൂഡ് സ്വിങ്സ്. ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, എന്നോട് ദേഷ്യപ്പെട്ടാലേ ഞാൻ ഇനി മിണ്ടില്ല. അങ്ങനെ മിണ്ടാണ്ടായ നമ്മൾ എങ്ങനെ കല്യാണം കഴിക്കും? എന്താ? അല്ല, നീ എന്നെ പ്രണയിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മ കല്യാണം കഴിക്കാൻ നേരത്തെ നീ ഇങ്ങനെ മിണ്ടാണ്ട് നടന്ന എങ്ങനെ ശരിയാവും? ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? എന്തേ, അപ്പൊ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല. ഓ, എന്നിട്ടാണോ ആ ഫോൺ മൊത്തം എന്റെ ഫോട്ടോ ഇരിക്കുന്നേ? ഏത് ഫോട്ടോ? അല്ല, നിന്റെ ഫോണിൽ മൊത്തം ഗാലറിയില് ഞാനാണല്ലോ. അതാ ചോദിച്ചത്. നിങ്ങളോട് ആരാ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? അത് പിന്നെ നീയല്ലേ ഡാൻസിന്റെ പാട്ട് നോക്കാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറി നോക്കി ഇറങ്ങി. അവിടെ നോക്കിയപ്പോ ഞാൻ മാത്രം. അപ്പോ എന്തതിന്റെ ഒക്കെ അർത്ഥം? ഒരർത്ഥമില്ല. ശരിയെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോളാം. മനുഷ്യ, നിങ്ങൾ എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ ഞാൻ തല്ലിക്കൊന്ന് കടലിൽ എറിയോ? ആരെ? അവളെ. ഓ, ഓക്കെ. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. थोड़ा सा शर्माई, उछली यहाँ से वहाँ, सागर से मिलने का उसका तो सपना था, मेरी ही तरह पिया. മതിയുടെ ഒരുപാട് നേരായില്ലേ കളിക്കുന്നു. ഓക്കെ, എന്നാ കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കേ. ഓ, നീ എന്റെ മുത്താണ്. ഈ വെള്ളം കുടിക്ക്. ഓ, താങ്ക് യു. ആണ്ടവാ, എന്താ ഈ കാണുന്നേ? എന്ത്? ഈ ചുണ്ടിലെന്ത്? വെള്ളത്തിന് എന്താ പ്രശ്നം? ആ ചുണ്ടെന്നെ മാടി മാടി വിളിക്കുന്നടി. എന്തെന്നും പറഞ്ഞു? കിസ്താ കിസ്താ കിസ്താ. അയ്യടാ തരാൻ പോകുന്നില്ല. എന്തുവാടി, ഇവിടെ പാരില്ലല്ലോ. ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ വല്ല പ്രശ്നമൊന്നുമില്ലെന്നേ. പ്രശ്നമുണ്ടെങ്കിലും ഞാൻ തരാൻ പോകുന്നില്ല. എന്തുവാണ് തൻവി ഇത് വളരെ വൃത്തിയുടെ സ്വഭാവം കേട്ടോ. അതെന്റെയോ? അങ്ങനെയല്ല, ഈ വേണ്ടാന്ന് വെക്കുന്നത്. ഞാൻ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എടി ഒന്ന് നോക്കടി, നമ്മൾ രണ്ടുപേരും 20ാമത്തെ വയസ്സ് തൊട്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയതാണ്. രണ്ടുപേരും പല പല സ്ഥലങ്ങളിലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ വെറും വീഡിയോ കോളും വെറും വോയിസ് കോളും വെറും നോർമൽ കോളും ചെയ്ത് ജീവിച്ചിരുന്നവരാണ് നമ്മൾ. എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് ഇത്രയും അടുത്ത് കിട്ടിയിട്ടും അതിങ്ങനെ വെറുതെ കളയണ എന്തിനാ? കാരണം എനിക്കിതിനെ തീരെ വിശ്വാസമില്ല. അതെന്തൊരു ടോക്കാണ് തൻവി. പിന്നല്ലാതെ നിന്നെ കുടിച്ചോളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോ നോക്കിലും കോഴിത്തരം കാണിച്ച് നടക്കുന്ന ഒരുത്തൻ. അതിന് പണ്ടങ്ങനെ ചെയ്തെന്നും പറഞ്ഞു.
എപ്പോഴും അങ്ങനെ ആണെന്നുണ്ടോ? എനിക്ക് നീയല്ലേ ഇടിയുള്ളൂ. പക്ഷെ എങ്കിലും സാധനം കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കളഞ്ഞാലോ? അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട. ഓ, അല്ലേലും എന്നെ വിശ്വസിക്കാൻ ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക്, എന്നെ ആർക്കും വേണ്ട. അയ്യോ, ഇവനെ കൊണ്ട് മതി. പോയിടുന്ന സാത്താനെ. മതി മതി, ഇപ്പത്തേക്ക് ഇത് മതി, ധാരാളം. ನಳಿನಮೋಗ ಶ್ಯಾಮಳ ರಂಗ ನಳನ ಭಾವ ಶ್ರುತಿಲಯ ಗಂಗಾ ಸರಿವರ ತೂಂಗಾತು ವಾಡು ಮರುದಿನ ಮುನ ಕಾಗ ಏಗ ಬ್ರಾದ ನಾನ್ ಕುನಕೆನ ರಾಧ ತಾನ್ ಕುನ ಕುರು ರಾಧ വാവ്, ദാറ്റ് വാസ് നൈസ് ആദി. താങ്ക് യു. ഓക്കെ, കാലിങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വളച്ചോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്തായാലും വീഴും. നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളാം. ഗ്രേറ്റ്, ഗുഡ് ഗേൾ. ഇനി അടുത്തത് നമുക്ക് ഇത് നോക്കാം. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല തേജേട്ടാ, നമുക്ക് ബാക്കി പ്രാക്ടീസ് ചെയ്യാം. ചെയ്യാം. പക്ഷേ ഇപ്പൊ നിന്റെ മനസ്സ് ഇവിടെ ഒന്നല്ല. എന്താ, വിശക്കുന്നുണ്ടോ? ഇല്ല. എന്താ തേജേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ നീ എന്നെ ഇങ്ങനെ നോക്കുമ്പോ വിശക്കണെന്ന് പറയാറുണ്ടേ, അതാ. ഇമോഷണൽ ഡാമേജ്. ഞാൻ റൊമാൻറ്റിക് ആയിട്ട് നോക്കിയത് ഇങ്ങേർക്ക് ഞാൻ വിശന്നിട്ട് നോക്കുന്ന പോലെ തോന്നിയോ? ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ പോവാം, പിന്നെ പ്രാക്ടീസ് ചെയ്താ പോരെ? ഓക്കെ, നീ ക്ഷീണിച്ചെങ്കിൽ നമുക്ക് പോവാം. ഞാൻ ക്ഷീണിച്ച്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാ നിനഗേ നമോ നമോ. സുന്ദരതര പിനാകധരഹര സുന്ദരതര പിനാകധരഹര ഗംഗാധര ഗജ ശർമാഭരധര. ഞാൻ വിചാരിച്ചതിലും അതിമനോഹരായിട്ട് ഭൈരവ താൻ കളിച്ചടോ. താങ്ക് യു. സത്യം പറ ഭൈരവ്, താൻ എന്നോട് കള്ളം പറഞ്ഞല്ലേ താൻ ക്ലാസിക് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലാന്ന്? ഓ മൈ ഗോഡ് യാർ, സത്യം, മദർ പ്രോമിസ്, ഞാൻ ഇതുവരെ ക്ലാസിക് ഡാൻസ് പഠിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് താൻ കളിക്കുന്ന കണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ബട്ട് ആ ജസ്റ്റ് ഒരു ശ്രമത്തിൽ തന്നെ തന്റെ മേവൾക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക്സ്. ഇതുപോലെ തന്നെ നല്ല രീതിക്ക് എന്ത് വരെ കളിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടും. മത്സരം ഉണ്ടോ? പിന്നെ അല്ലാതെ, നാഗക്കുളത്ത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മത്സരം കളിച്ചിട്ടുള്ളൂ. ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പേഴ്സിന് എന്തായാലും 5000 രൂപ വീതം ക്യാഷ് പ്രൈസ് ഉണ്ട്. പൈസ കുറവുള്ളൂ, പക്ഷേ നമ്മൾ അങ്ങനെ ഒരു അംഗീകാരം വാങ്ങിക്കുന്നതിൽ നമുക്ക് വലിയ പേര് കിട്ടില്ലേ? അതെ. പിന്നെതാ സന്ധ്യയായി. ഇപ്പൊ എനിക്ക് പോയി നാഗക്കാവില് വിളക്ക് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പൊ ബൈഡാ. ഓക്കെ കളി, ഞാൻ അങ്ങോട്ട് വരുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? അയ്യോ ഭൈരവ്, നാഗക്കാവില് എനിക്ക് മാത്രം കേറാനുള്ള അനുവാദമുള്ളൂ ഇപ്പോ. അതെന്താ? ഉത്സവം കഴിയുന്നത് വരെ വേറെ ആരും അങ്ങോട്ട് കേറിക്കൂടാന്നാ. യു റിയലി ബിലീവ് ദോസ് തിങ്സ്? യാ. ഒരു ഡോക്ടറായിട്ടും? അതെന്താ, ഡോക്ടർക്ക് വിശ്വാസങ്ങൾ പാടില്ല എന്നുണ്ടോ? അങ്ങനെയല്ല, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ. ഐ മീൻ ഈ സൂപ്പർസ്റ്റീഷ്യസ് ഒക്കെ. ഭൈരവ്, ആക്ച്വലി ഐ എം എത്തിസ്റ്റ്. പക്ഷെ ഇവിടെയുള്ള നാഗരാജാവിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാ എനിക്ക് പുള്ളിനോട് മാത്രം ചെറിയൊരു ഭക്തി കൂടുതലാ. ആൻഡ് ഐ റിയലി ബിലീവ് ഹിം, ഓൺലി ഹിം. ഓ, അപ്പൊ ഇതിന് പിന്നിൽ വേറെ കഥകളൊക്കെ ഉണ്ടോ? ഉണ്ട്. പണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു നാഗരാജാവിന്റെയും നാഗറാണിയുടെയും പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാലാന്തകൻ കാളി എന്നറിയപ്പെടുന്ന ഒരു നാഗുണ്ട്. ഇവരുടെ 3 പേരുടെയും അകറ്റാൻ പറ്റാത്ത സ്നേഹവും സൗഹൃദവും പിന്നെ രക്തബന്ധവും ചേർന്ന ഒരു കഥ. അതാണ് ആ കാവ് സൃഷ്ടിക്കപ്പെടാനുണ്ടായ കഥ. ഓ ഐ സീ. എനിക്ക് ആ കഥ കേട്ടാ കൊള്ളാമെന്നുണ്ട് കാളി.
ഇപ്പോഴെന്തായാലും എനിക്കും വീട്ടിലുള്ള ആർക്കും തീരെ സമയമില്ല. എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ജാനു അമ്മയോട് ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ പറയാം. ഓക്കെ? ഓക്കെ, എങ്കിൽ പിന്നെ ബൈ. ആ ബൈ. പതിവില്ലാത്ത യാത്രയാണല്ലോ ഇത്. എങ്ങോട്ടാണാവോ? നാഗരാജാവ് കാലാന്തകന്റെ അടുത്തേക്കാണല്ലോ. ഈശ്വര, ഇനിതെങ്ങാനും നാഗരാജാവ് കാളിയാണോ? ആണെങ്കിൽ എന്നൊന്നും ചെയ്യരുത് കേട്ടോ. ഞാനിവിടെ വന്നത് അങ്ങേ പ്രാർത്ഥിക്കാനല്ലേ ദേവ. ഒരു പക്ഷേ ഇനിത് നാഗരാജാവാണെങ്കിലോ? അല്ലെങ്കിൽ നാഗറാണി. ഓ, ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാ? ഇരുട്ടാകുമ്പോഴേക്കും വീട്ടിൽ പോവാം. നാം നാഗരാജാവോ നാഗറാണിയോ അങ്ങോ അല്ല. നാം വാസുകിയാണ്, അവിടെ നിന്റെ മിത്രം. അങ്ങേക്ക് കാവൽക്കാരനായാണ് മഹാവിഷ്ണു നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇനി വിഗ്രഹത്തിനു മുന്നിൽ നാം എന്നും കാവലാളായുണ്ടാകും. എവിടെയായിരുന്നു കുട്ടാ നീ? എന്താ എത്ര വൈകിയത്? ഓ എന്റെ മമ്മി, ഒരു 10 മിനിറ്റ് അല്ലേ, ഇങ്ങനെ ടെൻഷൻ അടിക്കലോടോ. 10 മിനിറ്റ് എന്നല്ല, എനിക്ക് 10 മണിക്കൂറാ. അത് നിനക്ക് അറിയാലോ കുട്ടാ. ഓക്കെ ഓക്കെ, ഇങ്ങനെ ചൂടാവാതെ പെണ്ണെ. അടുത്ത പ്രാവശ്യം 10 മിനിറ്റ് ആവണേക്കാളും മുമ്പ് ഞാൻ വേഗത്താം. കുട്ടാ, എന്താ അമ്മ? മോന് അമ്മയോട് ദേഷ്യമുണ്ടോ? എന്താ അമ്മീ പറയുന്നത്? എനിക്കെന്തിനാ അമ്മയോട് ദേഷ്യം? അതല്ലടാ, കുറെ കഴിയുമ്പോൾ കുറെ സത്യങ്ങൾ എൻ്റെ മോൻ അറിയും. ചില സത്യങ്ങൾ മോനെയും അമ്മയും ഒരുപാട് വേദനിപ്പിക്കുന്നതായിരിക്കും. അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും നീ അമ്മയെ വെറുക്കരുത്, അമ്മയോട് പിണങ്ങരുത്, അമ്മയെ ഇട്ടേച്ച് പോകരുത്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കുട്ടാ. അമ്മയ്ക്ക് ആ അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം അമ്മയുടെ പൊട്ട ബുദ്ധിയിലും എടുത്തുചാട്ടത്തിലുണ്ടായതാ. അമ്മയോടപ്പോൾ നീ ക്ഷമിക്കണം കേട്ടോ. അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു. എന്തോ അമ്മയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അമ്മ ഒന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി. അമ്മയേക്കാൾ മറ്റാരെയും കൂട്ടാൻ അല്ല, കാളി സ്നേഹിച്ചിട്ടില്ല. മറ്റാരെയും അത്രയും ആഴത്തിൽ എനിക്ക് സ്നേഹിക്കാനും കഴിയില്ല. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ അവരെല്ലാം അമ്മയ്ക്ക് ശേഷമാണെന്ന് മാത്രം. ഒരിക്കലും അമ്മയുടെ കൂട്ടൻ അമ്മയെ വിട്ട് എവിടെയും പോവില്ല. അത് കാളിയുടെ വാക്ക. ഇനി എൻ്റെ സുന്ദരി സമാധാനമായിട്ടിരിക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. ദേവി. മനുവേട്ടാ. എന്താടി? അല്ല മനുവേട്ടാ, അവനെ 2 പ്രാവശ്യം കൊന്നത് ദേ ഈ കൈകൾ കൊണ്ടാണ്. എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ വെറുത്താലോ, എന്നെ ഇട്ടേച്ച് പോയാലോ മനുവേട്ടാ? ഒരിക്കലും ഇല്ല ദേവി. കാളിയുടെ ജന്മം തന്നെ ദേവനെ സ്വന്തമാക്കാനല്ലായിരുന്നു, ദുർഗയായ അവന്റെ രക്തത്തെ സംരക്ഷിക്കുക എന്നതിലായിരുന്നു. അത് 2 ജന്മവും അവൻ പാലിച്ചു. ഈ ജന്മം അവനിന് നാഗരാജാവിന് സ്വന്തമാകുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് അവൻ്റെ അമ്മ ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവൻ സമാധാനമായി ജീവിക്കും. നിന്നെ വെറുക്കാനും ഇട്ടേച്ചു പോകാനും അവനറിയില്ല. മനസ്സിലായോ? ഇനി ഇതൊക്കെ ആലോചിച്ച് തല പോക്കാണ്ട് വേഗം വാ, ഭക്ഷണം കഴിക്കാൻ സമയമായി. മനുവേട്ടാ. വരുൺ വരുൺ വരുൺ
എന്താണ് കെട്ടിയോളെ? വരുൺ, നമുക്കുണ്ടല്ലോ നമ്മൾ നാഗരാജാവിൻ്റെയും നാഗറാണിയുടെയും സ്റ്റോറി ഷൂട്ട് ചെയ്തതുപോലെ തന്നെ കാളിയുടെയും ഭൈരവൻ്റെയും സ്റ്റോറി ഷൂട്ട് ചെയ്യണം. അത് എനിക്ക് നല്ല HD തന്നെ കിട്ടണം. അതിന് വരുൺ എപ്പോഴും കുട്ടിൻ്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കണം. അയ്യോ എൻ്റെ മോനെ, അതിന് സമയമായിട്ടില്ല. നാഗോത്സവത്തിന്റെ അന്നല്ലേ ഇതൊക്കെ സംഭവിക്കൂ. ഇപ്പോഴും നടന്നിട്ടുണ്ടെങ്കിൽ അവൻ വിചാരിക്കില്ലേ അവന്റെ മാമന് ഭ്രാന്താണെന്ന്? അതല്ല വരുൺ, അവര് കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ല നമുക്ക് വേണ്ടത്, അവരുടെ ഈച്ച് ആൻഡ് എവറി റൊമാൻസ് നമ്മളുടെ ഫോണിൽ കിട്ടണം. എന്നാലല്ലേ എല്ലാവർക്കും കാട്ടിക്കൊടുക്കാൻ പറ്റൂ. ഞാൻ ഇതുവരെ BL ആയിട്ട് നമ്മുടെ ചാനലൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ BL ഫാൻസിന് അത് ഇഷ്ടമാവില്ലേ? ഇഷ്ടമൊക്കെ ആവും, പക്ഷെ നമ്മ ചെയ്യുന്നത് ഒരുത്തന്റെ പ്രൈവസി കയറി ഇടപെടാനല്ലേ പോകുന്നത്. അതൊന്നും വേണ്ട ജ്യോതി മോളെ. നമുക്ക് വേറെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാലോ. ആമ്പല് വിരിയുന്നതോ താമര വിരിയുന്നതോ പൂ വിരിയുന്നതോ. വരുൺ, ഈയിടെ വരുണ് നല്ല ബോധക്കുറവുണ്ട്. എനിക്കോ? ആ അതെ, ഈ ആമ്പൽ വിഴുന്നതും താമര വിഴുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഇട്ടതല്ലേ. അതെന്നെ വീണ്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയില്ലേ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന്. നമുക്ക് വേറെ വല്ലതും ചെയ്യാം, ലൈക്ക് വല്ല വണ്ടത്തേൻ കുടിക്കുന്നതോ കാക്കച്ചോറ് തിന്നുന്നതോ ഒക്കെ. ഇത് പിന്നെ ആരും കാണാത്തോണ്ട് വലിയ പ്രശ്നമില്ല. അതെ അതെ, നമുക്കപ്പോൾ പോയിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യാല്ലേ. വാ നടക്ക്, വേഗം സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് ഇല്ലാണ്ടാവട്ടെ. എന്താ? ഒന്നുമില്ല. Yeah, okay. I will call you later. Bye. What happened, my baby? ഞാൻ കുട്ടനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്തു പറ്റി? അല്ല, ഇത്ര കാലം നമ്മൾ വളർത്തിയെടുത്തത് ആരാന്ന് വിചാരിച്ചേ? സാക്ഷാൽ നാഗരാജാവായ കാലാന്തകനെ. സത്യം, അതറിഞ്ഞപ്പോ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് സർപ്രൈസ് ആയിപ്പോയി. എനിക്കറിയില്ല ചിത്തു, എനിക്ക് വല്ലാത്തൊരു ആരാധനയാ കാളിയോട്. പക്ഷേ ആ കാളി നമ്മുടെ കുട്ടനാന്ന് പറഞ്ഞപ്പോൾ എന്തോ അവനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. സത്യം ചെത്തു, അവൻ ഇതുവരെ കിട്ടാത്ത എല്ലാ സ്നേഹവും നമുക്ക് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണം. അവൻ നാഗരാജാവ് കാളിയായിരുന്നപ്പോൾ അവന് അനുഭവിക്കാൻ പറ്റാത്തതും അവന് നേടാൻ പറ്റാത്തതും എല്ലാം നമുക്ക് നേടിക്കൊടുക്കണം. തീർച്ചയായും എല്ലാം നമ്മൾ അവന് കൊടുക്കും. പിന്നെ ജിത്തു, നാട്ടാരി തെണ്ടികൾ പലതും പറയും. അവർ ഗേ കപ്പിൾസ് ആണ്, ആണുങ്ങൾ തമ്മിൽ ചേരില്ല എന്നൊക്കെ പലതും വിളിച്ചു പറയും. അതൊക്കെ എതിർത്ത് നിങ്ങളൊക്കെ സംസാരിക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ. ആരതിന് അവരെ എതിർക്കാൻ പോകുന്നു? അവർ സാക്ഷാൽ നാഗരാജാക്കന്മാരല്ലേ. അവരാരും ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ വന്നേ, എനിക്ക് വിശക്കണോ. ദാ വരുന്നു. എന്താണ് ഭാര്യ ചിന്തിച്ചിരിക്കുന്നേ? അതല്ല കിച്ചുവേട്ടാ, അബിയും കൂട്ടനും ഒന്നാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പിള്ളേരെ ഒന്നാക്കണ്ടേ? വാട്ട് യു മീൻ? കല്യാണ മനുഷ്യ, ഇപ്പോൾ തന്നെ 25-26 കഴിഞ്ഞു. നമ്മളൊക്കെ കിട്ടിയത് എത്രാമത്തെ പ്രായത്തില്ല. അതേപോലെ അവരിങ്ങനെ വെച്ച് നീട്ടിക്കാൻ പറ്റില്ല. ഒന്നാമത് ഈ നാട് വിട്ട് നിൽക്കുന്നവരാ. എപ്പം ഇനി വരാമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് വേഗം അവരുടെ കല്യാണം നടത്തണം. ഓ, നടത്തലൊക്കെ നടത്താം, പക്ഷെ പിള്ളേർ സമ്മതിച്ചോ? സമ്മതിച്ചോന്നോ? അവരിങ്ങോട്ട് വന്നിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം, അച്ഛനോട് പറയാൻ പറഞ്ഞത്. ഓ, എൻ്റെ ആണല്ലേ പിള്ളേർ, ഞാൻ മറന്നുപോയി. എന്തായാലും അത് നമുക്ക് എല്ലാവരോടും സംസാരിച്ചിട്ട് ആ സമയത്ത് ചെയ്യാം. അവർ പോണേക്കാളും മുമ്പ് ഒരു എൻഗേജ്മെന്റെങ്കിലും നടത്താല്ലേ? സംസാരിക്കണം, അതന്നെ ചെയ്യാം. ശരി. കൂടാണ്ട് കുട്ടന്റെയും ഭൈരവന്റെയും കല്യാണം എന്തായാലും അടിപൊളിയായിട്ട് നടത്തണം. അത് തീർച്ചയായിട്ടും. നാട്ടുകാരെ മൊത്തം അറിയിക്കണം. എവിടെയൊക്കെ നമുക്ക് ബന്ധുക്കാരുണ്ടോ അവരൊക്കെ വിളിക്കണം. അത്രയും ഗംഭീരാക്കണം അവരുടെ കല്യാണം. ആടി സെറ്റാക്കാന്നേ. എൻ്റെ അമ്മായിപ്പനോട് കുറച്ച് സ്ത്രീധനം കൂടി തരാനുണ്ട്, അതിങ്ങോട്ട് തന്നേക്ക്. അപ്പൊ ആ പൈസക്ക് ഇവരുടെ കല്യാണം നടത്താലോ എന്ന് പറയാം. സ്ത്രീധനോ? നിങ്ങളല്ലേ കേട്ട നേരത്തെ സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞത്? അല്ല, നീ ഗംഭീരാക്കണം, എല്ലാവരെയും വിളിക്കണം എന്ന് പറഞ്ഞ എൻ്റെ അത്രയും പൈസ ഒന്നുമില്ല. ഓ, ഇങ്ങനൊരു എച്ചി. ഞാൻ കെട്ടേ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചേട്ടാ. നിങ്ങള് പ്രണയിച്ച് നടക്കുമ്പോ പലതും ഞാൻ പറയും. അത് നീ എന്തിനു വിശ്വസിക്കാൻ നിന്ന്? വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ തന്നെ എടുത്തോളാം പൈസ. അത് നല്ലൊരു തീരുമാനമാണ്. ഗുഡ് മോർണിംഗ് ഭൈരവ്. ഗുഡ് മോർണിംഗ് കാളി. ഞാനുണ്ടല്ലോ വൈകുന്നേരം വരാം. അതിന് വരെ നീ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യോ അതോ നമ്മൾ വന്നിട്ട് ഒരുമിച്ച് ചെയ്താൽ മതിയോ? അയ്യോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തോളാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആവുമല്ലോ. അത് നല്ല കാര്യം. എന്നാ പിന്നെ ഞാൻ ആടാ ചെല്ലേ. ബൈ ബൈ. എന്റെ പുറം ഇടിച്ചിടിച്ചിടിച്ച്. ഇനി പ്രാക്ടീസ് നടക്കുന്ന തോന്നുന്നില്ല. ബാക്കി പ്രാക്ടീസ് ഇനി കാളി വന്നിട്ട് ചെയ്യാം. അമ്മ, ഭൈരവ് എന്തേ? കുട്ടാ അകത്തുണ്ട്, ചെല്ല്. ശരി അമ്മ.
എന്തായാലും ഈ ഡ്രസ്സ് മാറ്റിയേക്കാം. എന്താ നോക്കട്ടെ, മാറ് വിട്. എന്തുവാടെ ഇത്? അത് പ്രാക്ടീസ് ചെയ്തപ്പോ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യാനാണ്, അല്ലാണ്ട് ഈ ശരീരം ചതച്ചു വെക്കാനല്ല. അതിന്റെ കാലൊന്ന് ജസ്റ്റ് സ്ലിപ്പായതാ. എന്തെങ്കിലും ആവട്ടെ. മരുന്ന് എവിടെ? മരുന്ന് നിക്ക്, ഞാൻ ഇപ്പൊ തേച്ചു തരാം. വേനുണ്ടോ? ചെറുതായിട്ട്. അനുഭവിക്ക്. ദുഷ്ടൻ. ഞാൻ ദുഷ്ടനാവും. ഓ കേട്ടാ. എടാ, എനിക്ക് ചെവിയുണ്ട്. എടാ, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നല്ലാണ്ട് നീ എന്തീ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് നിനക്കറിയോ? പതുക്കെ. സോറി, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്താ തേക്കുന്നേ? ലിബാമ, അമേരിക്കൻ. വേണോ കുറച്ച്? ഞാനെങ്ങനത്തെ ഇടാറൊന്നുമില്ല. അതിപ്പോ ഒന്ന് ഇട്ട് നോക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വായിരിക്ക്, ഞാൻ ഇട്ടുതരാം. ഓക്കെ. ഞാനെന്നാ പോട്ടെ. പോകോ. എന്തൊരു ചുണ്ടാണ് അതെ, തൊടുമ്പോ പ്ലം പോലെ. വാട്ട് ഡസ് ഇറ്റ് ഫീൽ വെൻ ഐ കിസ് ഇറ്റ്? സ്ട്രോബെറി ടേസ്റ്റ് ആയിരിക്കും അതോ പ്ലം ആയിരിക്കും? അവന്റെ കണ്ണുകൾ എന്തൊക്കെയോട്ടാ, അവന്റെ ലിപ്സ്, അവന്റെ ചീക്സ്, അവന്റെ സ്മൈൽ, എവറിത്തിങ് അബൌട്ട് ഹിം ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഇത്രയും ദിവസം അവന്റെ കൂടെ നിന്നിട്ട് ഇതൊന്നെന്താ ഞാൻ ശ്രദ്ധിക്കാണ്ടിരുന്നത്? ഹീസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റാറ്റു. തന്റെ പൂർണ്ണ കഴിവുകളോടെ ഒരു ശില്പി സൃഷ്ടിച്ചൊരു ശില്പം പോലെ. എല്ലാ ഭാഗങ്ങളും എന്ത് ഡീറ്റെയിൽഡ് ആയിട്ടാ അവന്റെ മുഖത്ത് കാണുന്നേ. എന്റെ നാഗരാജാവേ, എന്തിനാ എന്റെ ഹൃദയം ഇങ്ങനെ കിടന്നെടുക്കുന്നേ? Did I fall for him? No കുട്ടാ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി പറ. അതെ, അച്ഛന്മാരെല്ലാവരുടെയും ഒരു പാട്ട് വേണം, ഒരു ഗ്രൂപ്പ് സോങ്. എല്ലാ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്, പിന്നെ ഒരിടയ്ക്ക് വെച്ച് നിങ്ങൾ എല്ലാവരും നിർത്തി. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവണം. അത് എന്ത് പറയുന്നോടാ? ഞങ്ങൾ റെഡി. എന്നാ പിന്നെ ഞാനും റെഡി. എല്ലാവരും ഫ്രീ ആണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ കുട്ടാ, പറ. ഞാൻ ഭൈരവന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം നാഗരാജന്റെയും നാഗറാണിയുടെയും കാളിയുടെയും കഥ പറഞ്ഞു കൊടുക്കാന്ന്. അപ്പോ അത് ജാനുമ്മയ്ക്കല്ലേ നന്നായിട്ട് അറിയൂ. അതുകൊണ്ട് ജാനുമ്മയ കഥ ഇവനൊന്ന് പറഞ്ഞു കൊടുക്കോ? എങ്കിൽ പിന്നെ എല്ലാവരും ഇരിക്കണം. അബിയുടെ അച്ഛനും അമ്മയും വേണം. ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാ വാ ജാനു, എല്ലാവർക്കും കഥ പറഞ്ഞു കൊടുത്തേക്ക്. വാ നമുക്ക് കേൾക്കാം. അതെ, എന്നാ പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ അബി. പറമായി. കഥ കേട്ടിട്ട് അബിക്ക് എന്ത് തോന്നുന്നു? കാളിയെ ഭൈരവൻ സ്വന്തമാക്കണമായിരുന്നു.
അപ്പോ ദുർഗ? അവളും അതിനർഹതപ്പെട്ടതാണ്. പക്ഷേ കാളിയോളം വരില്ല. വരും. കാരണം അവൾ ഏറ്റെടുത്ത പരീക്ഷണങ്ങളൊന്നും കാളിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരുന്നില്ല. കാളകൂട വിഷം പാനം ചെയ്തതും അഗ്നിയിലൂടെ നടന്നതും രക്തം ദേവിക്ക് സമർപ്പിച്ചതും എല്ലാം ദുർഗയാണ്, കാളിയല്ല. സഹോദരൻ എന്ന നിലയിൽ കാളി വിജയിച്ചു. പ്രണയിനി എന്ന നിലയിൽ ദുർഗയും. ഇരുവരും തൻ്റെ തന്നെ പാതിയാണെന്ന് അറിഞ്ഞിട്ടും രണ്ടിൽ ഒരാളെ വിട്ടുകൊടുക്കാൻ തുനിഞ്ഞ ഭൈരവനും. 3 പേരിലും തെറ്റും ശരിയുമുണ്ട്. ആ തെറ്റും ശരിയും മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയാൽ അവരുടെ ഇനിയുള്ള പുനർജന്മം സന്തോഷമുള്ളതായിരിക്കും. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒന്നോർക്കുമ്പോൾ കാളിയുടെ അത്ര സാക്രിഫൈസ് വേറെ ആരും ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയൂ. കാരണം രണ്ടാമതെടുത്ത ജന്മത്തിലും കാളി തന്റെ ജീവൻ സഹോദരിക്ക് തന്നെയല്ലേ നൽകിയത്. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതവനിലെ സഹോദര സ്നേഹം. അതെ, അവനിലെ സഹോദര സ്നേഹം അവനെ അന്ധനാക്കി. അവന് ഭൈരവനെ സ്വന്തമാക്കാമായിരുന്നു. എന്നിട്ടും അനേത്തിക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ? അയ്യോ, എനിക്കിത് കൺഫ്യൂഷൻ ആയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒന്ന് നിർത്തുവോ? ഇതിപ്പോ കാളിയെ പറഞ്ഞാൽ പിന്നെ ദുർഗയെ പറയും, പിന്നെ ഭൈരവനെ പറയും. എന്തൊക്കെ പറഞ്ഞാലും നമ്മ 3 പേരുടെ ഫാൻസ്, അത്രേ ഉള്ളൂ. വാ പോവാ. അത് സത്യം, കൺഫ്യൂഷൻ അടിച്ച് പണ്ടാറടങ്ങി. എക്സാക്ട്ലി. രണ്ടെണ്ണം കൂടി സംസാരിച്ച് തുടങ്ങിയിട്ട് എവിടെ വരെ എത്തിച്ചെന്ന് ആർക്കറിയാം. 3 പേരെ നെഗറ്റീവ് ആക്കി കണ്ട് പോസിറ്റീവ് ആക്കി കണ്ട്. അത് പറഞ്ഞാൽ ശരിയാ. 2 പേരും കൂടി 3 പേരുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ബാക്കി സംസാരമൊന്നും വേണ്ട, വാ കഴിക്കാം. മാധവേട്ടാ, ആ യഥാർത്ഥ ഭൈരവനും ദുർഗയും ആരാന്നറിയോ? ആരാ? ഞാനും ഇവളുവാ. എന്താ? ഞങ്ങൾ അവരുടെ പുനർജന്മമാണ്. അതുപോലെ തന്നെ കാളിയുടെ പുനർജന്മം വീണ്ടും ഭൈരവന് വേണ്ടി. അപ്പോൾ 2 ഭൈരവൻ വരൂലേ? ഇല്ല, എന്റെ പുനർജന്മം എനിക്ക് ഇവളെ സ്വന്തമായതോടുകൂടി കഴിഞ്ഞു. ഇനിയുള്ളത് നിങ്ങളുടെ മകൻ ഹബിയുടേതാണ്. ഇനി പറ, അവര് 2 പേരും ഒന്നിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട്. സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനൊരു കഥ ഇതിന് പിന്നിലുണ്ടെന്ന് അറിഞ്ഞില്ല. കാളിക്ക് അവന്റെ ദേവൻ ഇപ്രാവശ്യമെങ്കിലും കിട്ടണം മാധവ. അതിന് ഞാനും എന്റെ ഭാര്യയും കൂടി ഉണ്ടാവും. അത് മാത്രം കേട്ടാ മതിയേട്ടാ. കാളി, ഞാൻ ബാത്റൂമിലുണ്ട്, ഇപ്പൊ വരാം. ഓക്കെ. ബാസുരി എന്താ പ്ലാസ്റ്റിക്കുന്ന? എന്താ അവിടെ പരിപാടി? ആരേ ബാസുരി? അതോടുള്ളൊരു കൊച്ച. അവള് എന്തുവായി മെസ്സേജ് ഇട്ടിരിക്കുന്ന? എന്തുട്ടാ മെസ്സേജ്? നോക്കട്ടെ. ചിരിക്കുന്നു. ആ കൊച്ചെന്തുട്ടാ പറഞ്ഞേ? അതിനെന്നെ ഇഷ്ടമാണെന്ന്. എന്താ, നിനക്ക് അവളെ ഇഷ്ടമാണോ? അല്ല. എന്നാ പിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞൂടെ? എന്റെ പൊന്ന് ഭൈരവ്, എനിക്ക് ഇവളടക്കം 100ാമത്തെ പെൺകുട്ടിയെ പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എനിക്ക് നിസ്സാരമായ കാര്യമാണ്. ഇവര് പറയും ഞാനൊന്നും മിണ്ടില്ല, പിന്നെ അവന് നിർത്തി പൊക്കോളും. അതുപോരെ? പോരാ, അതൊന്നും പോരാ. ഇഷ്ടല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ പറയണം. അതെന്തിനാ? എനിക്കൊരു സമാധാനത്തിന്. അല്ല, ആ കുട്ടിയുടെ സമാധാനത്തിന് വേണ്ടി. ഓ ശരി, ഇപ്പൊ തന്നെ പറയാം. പറ, വേഗം പറ. ഓ ഇവൻ. ഭൈരവ്, കുളിക്കാൻ പോവാം. ദാ വരുന്നു. നല്ല മഴക്കാറുണ്ട്. ഈ മഴയത്ത് കുളിക്കാൻ നല്ല രസാടാ. എന്നാ നമുക്ക് മഴ പെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അതൊക്കെ ഓക്കെ. അതുവരെ നമ്മ ബോറടിച്ചിരിക്കണ്ടേ? അതും ശരിയാണ്. അപ്പൊ എന്ത് ചെയ്യും? നീ എനിക്ക് ഒരു പാട്ട് പാടിത്തരോ? പാട്ടോ? ഞാൻ പാടിത്തരാം. വഴിയില്ലാ കുയിലാടെ മനസ്സിൽ പാടി പിരിയാതെ മിഴിയാലെ ഉയിരിൽ ചാരേ മഴയേ മഴയേ നനയാൻ നിന്മാരത്ത് വെയിലേ വെയിലേ ചിരിയായി നീരുണ്ടത്ത് മഴയേ മഴയേ നനയാൻ നിന്മാരത്ത് വെയിലേ വെയിലേ ചിരിയായി നീരുണ്ടത്ത് മഴയേ മഴയേ നനയാൻ നിന്മാരത്ത് വെയിലേ വെയിലേ ചിരിയായി
ഷിറ്റ്, കാളി പ്ലീസ് ഒന്ന് നിൽക്കോ. ജസ്റ്റ് ലീവ് മീ അലോൺ ഭൈരവ്. പ്ലീസ് കാളി പ്ലീസ്, ഐ എം റിയലി സോറി. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പ്ലീസ് കാളി പ്ലീസ്. അവിടെ കഴിഞ്ഞത് കഴിഞ്ഞു. ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ലീവ് മീ അലോൺ. ഭൈരവ്, നിനക്ക് ഏത് നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? ഓ, എനിക്ക് എന്തേ പറ്റിയത്? അവൻ എന്നെ കിസ് ചെയ്തപ്പോ എന്തുകൊണ്ടാ എനിക്ക് അവനെ തള്ളി മാറ്റാൻ തോന്നാഞ്ഞത്? ഭൈരവ്, യു ഡ്രൈവിംഗ് മീ ക്രേസി. എന്റെ ഹൃദയെടുപ്പ് ഇപ്പോഴും നിന്നിട്ടില്ല. വാട്ട് ഈസ് ദിസ് ഫീലിംഗ്? ലവ് ഓർ എനി അഫെക്ഷൻ? ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡാം ഇറ്റ്. നാളെ എന്തായാലും കാളയെ കണ്ട് മാപ്പ് പറയാം, അല്ലാതെ വേറെ രക്ഷയില്ല. അച്ഛാ, കാളി. ഹബി, അവൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോയുള്ളൂ. അവനൊരു അർജന്റ് കോൾ വന്നത്രേ. ഓ ശരി, കഴിച്ചിട്ട് പോടാ. വേണ്ട, വിശപ്പില്ല. കൃതി, കാളി വന്നില്ലേ? അയ്യോ, കുട്ടിയേട്ടൻ നാളെ വരുള്ളൂ, നൈറ്റ് ഡ്യൂട്ടിയാ. ഓ ഓക്കെ. അമ്മ, കാളി. ഹബി വാടാ, കഴിക്കാം. അല്ല, കാളി എവിടെയാണെന്നൊന്ന് പറയോ അമ്മ? അവൻ രാവിലെ തന്നെ കീയാനായിട്ട് പുറത്തു പോയടാ. ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, പോവാ? ശരി. കാളി, ഇന്ന് പ്രാക്ടീസ്. അമ്മ ഫുഡ് വെച്ചോ? ആടാ. എന്നാ ഞാൻ ഇറങ്ങുവാണേ. കാളി പ്ലീസ്, ഇപ്രാവശ്യം ഞാൻ ഒന്ന് പറയണേക്കൊന്ന് നിൽക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ്. എത്ര ദിവസമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു. സ്റ്റോപ്പ് അവോയ്ഡിങ് മീ പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അപ്പൊ അറിയാതെ അങ്ങനൊക്കെ സംഭവിച്ചു പോയി. ഇനി അത് ആവർത്തിക്കില്ല, സത്യം, പ്രോമിസ്. എല്ലാം എന്റെ തെറ്റാ. നീ ഹെറ്ററാണോ ഹോമയാണോ എന്നൊന്നും അറിയാതെ നിന്നെ ഗ്രൂമ വെച്ച് നിന്റെ മാത്രം തെറ്റാ. പ്ലീസ്. പക്ഷെ അതും പറഞ്ഞ് സ്റ്റോപ്പ് ദിസ്. എന്നെ അവോയ്ഡ് ചെയ്യുന്നതൊന്ന് നിർത്ത്. നാഗോത്സവത്തിന് നമ്മുടെ ഡാൻസ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. നമ്മുടെ ഡാൻസ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. പക്ഷെ കാളി, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്കിനി നിന്റെ കൂടെ കളിക്കാൻ സാധിക്കില്ല. ഒന്നിനെങ്കിൽ നമുക്ക് പേര് എക്സ്ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ കളിക്കണ്ടെന്ന് വെക്കാം. വേണ്ട, ഞാനൊരാൾ കാരണം നീ കളിക്കാണ്ടൊന്നിരിക്കണ്ട. അതൊറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നൊരു ഡാൻസ് അല്ലേ, നീ കളിക്കണം. ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് കളിക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ? നീ കളിക്കണം. ഞാനെന്നാ പോവാ. അതെ, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒരു ഭ്രാന്തനാക്കി. ഞാൻ മര്യാദയ്ക്ക് അമേരിക്കയിൽ കിടന്ന് ജീവിച്ചതല്ലേ, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അബി, നിന്റെ ദോഷം മാറാനല്ലേടാ. ദോഷം വണ്ണാൻ കേട്ടോ. നിത്യസ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ച മൊത്തം കാളിയാ. അമ്മ ഞാനൊരു ഗേയാണ് അമ്മ. എനിക്ക് കാളി ഇഷ്ടമാ. വേണ്ടെന്ന് ഒരുപാട് ഞാൻ എന്നോട് പറഞ്ഞു നോക്കുക അമ്മ. എനിക്ക് പറ്റുന്നില്ല അമ്മ. ഇവിടെ ഇനി കുറച്ചുകൂടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവൻ എന്നെ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ നിന്ന് അവൻ അൺകംഫർട്ടബിൾ ആവുള്ളൂ. പ്ലീസ് അമ്മ, നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോവാം. അബി മോനെ, നീ ഒന്ന് ശാന്തനാവ്. ഇങ്ങനെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കലേ. നോക്കി, കരഞ്ഞ് കണ്ണൊക്കെ ചുമന്നു. പറ്റണില്ല അമ്മ. നെഞ്ച തറ കുത്തി നോക്കുന്നത് പോലെ തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് പോവാം അമ്മ. പോയാല് നീ കൂടുതൽ വേദനിക്കുള്ള അബി. സാരില്ല, അത് ഞാൻ സഹിച്ചോളാം അച്ഛ. എനിക്കിത് പറ്റുന്നില്ല. കൺമുമ്പിൽ ഉണ്ടായിട്ട് മിണ്ടാണ്ട് നടക്കണാണുമ്പോ പറ്റുന്നില്ല. ശരി, നമുക്ക് പോവാം. പക്ഷേ നാഗക്കാവിൽ ഉത്സവം കഴിഞ്ഞിട്ട് പോയാ പോരേടാ. അത് കണ്ടുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അച്ഛ. പിന്നെ എന്തിനാ ഞാൻ നിൽക്കുന്നേ? നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നോ. ശരി, നീ പറഞ്ഞ പോലെ. പക്ഷെ ഇപ്പൊ നീ അവരോട് പോയി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വാ. നാളെ പോവാനുള്ളതല്ലേ. നിങ്ങൾ പറഞ്ഞാ മതി, ഞാനില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരോടൊക്കെ നീയായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സങ്കടാവില്ലടാ. ശരി, എന്നാ വാ, നമുക്ക് 3 പേർക്കും പോയിട്ട് വരാം. കുട്ടേട്ടൻ കള്ളൻ. കണ്ടുപിടിച്ച് കള്ളി. എല്ലാവരും ഉണ്ടല്ലോ. അബി, കേറി വാടാ. മാധവ, നമ്മളൊരു കാര്യം പറയാൻ വന്നതാ. അബി നാളെ പോവും. പൂവേ, എങ്ങോട്ട്?
എങ്ങോട്ട്? അമേരിക്കയിലോട്ട്. അതെന്താ ബി ഇത്ര പെട്ടെന്ന്? നാഗോത്സവം കൂടുന്നില്ലേ നീ? ഇല്ല അച്ഛാ, ഞാൻ ഇവരിവിടെ നിർത്തിയിട്ട് പോവാ. എനിക്ക് അവിടെ കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പോ വെക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് വേഗം ചെല്ലണം. ഓ, അർജന്റ് ആണല്ലേ? എന്നാ മോൻ പോയിട്ട് അടുത്ത നാഗോത്സവത്തിന് വരാൻ നോക്ക്. അന്ന് നാഗോത്സവം കൂടണം എന്തായാലും. ഞാനെന്നാ പോയി ബാഗ് പാക്ക് ചെയ്യട്ടെ. ആ മോനെ ചെല്ലേ. ഭൈരവ്, എന്താ ഞാൻ കാരണമാണോ ഈ യാത്ര? അല്ല, അവിടെ വെക്കേഷൻ കഴിഞ്ഞപ്പോ അങ്ങോട്ട് ചെല്ലാൻ അവർ വിളിച്ചു. കള്ളം. നാഗോത്സവത്തിന് ഇനി 2 ദിവസം കൂടിയുള്ളൂ. നീ പോണ്ട. ഉത്സവം കഴിഞ്ഞിട്ട് പോയാൽ മതി. മാത്രമല്ല എൻ്റെ കൂടെ നൃത്തം കളിക്കുകയും വേണം. അപ്പോ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട്? ഇപ്പോ കളിക്കണം, അത്ര തന്നെ. അകലാൻ ശ്രമിക്കും തോറും എന്തിനാ നീ എന്നെ അടുപ്പിക്കുന്നേ? നിന്റെ ആഗ്രഹം ആ നൃത്തം കളിക്കണമെന്നാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ആ നൃത്തം കളിച്ചിരിക്കും. അന്ന് തന്നെയായിരിക്കും നമ്മുടെ അവസാന കണ്ടുമുട്ടലും. കാലത്തും കണ്ട് ഞങ്ങൾ കളമെഴുതി പൂമുല്ലത്തറയിൽ വാഴും നാഗരാജാവേ. ഇളകിളകണ്ട ഇളകിളകണ്ട ഇളകുനാകേ, ഇളകിളകണ്ട ഇളകിളകണ്ട മണിശീലേ, ഇളകിളകിളകിളകിളകിളകിളകിള ഇളകുനാകേ, ഇളകിളകിളകിള. ആ, എന്റെ തല. ആ, നാം ഇതെവിടെയാ? ദേവകാളി വന്നാലും. വാസുകി, അവിടുന്ന് നാം ഇതെവിടെയാണ്? നമുക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ വസ്ത്രങ്ങൾ എന്താണ് ഇങ്ങനെ? അവിടുന്ന് പരിഭ്രമിക്കാതിരുന്നാലും ദേവ, അങ്ങ് നമ്മുടെ കൂടെ വന്നാലും നാം എല്ലാം പറഞ്ഞു തരാം. ഇതങ്ങയുടെ 3ാം പുനർജന്മമാണ്. എന്തിന്? അവിടുന്ന് ദേവനെ സ്വന്തമാക്കാൻ. ദേവൻ പുനർജനിച്ചു അങ്ങേക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയോ? അതെ, കൈലാസനാഥ സാക്ഷാൽ പാർവതി ദേവിക്ക് വേണ്ടി വീണ്ടും പുനർജന്മം എടുത്തു. കുറെ കൂടി ഭംഗിയായി പറഞ്ഞാൽ കാലഭൈരവൻ കാലാന്തകന് വേണ്ടി ജന്മമെടുത്തു. നമ്മുടെ ദേവൻ നമുക്ക് വേണ്ടി ജന്മമെടുത്തുന്നോ? അതെ ദേവ. ഈ ജന്മം അപ്പോ നമ്മുടേത് മാത്രമാണോ ദേവൻ? അതെ ദേവ. അപ്പോ ദുർഗാദേവിക്കും തന്റെ ദേവനെ കിട്ടിക്കഴിഞ്ഞു ദേവ. അതുകൊണ്ട് അവിടെ നിന്നെ പരിഭ്രമിക്കേണ്ട. അവിടെ നിന്റെ സഹോദരി സുരക്ഷിതയാണ്. അങ്ങയുടെ സഹോദരിയുടെ ഉദരത്തിലാണ് അങ്ങ് ജന്മം പൂണ്ടത്. ആയതിനാൽ അങ്ങേക്ക് അങ്ങയുടെ സഹോദരി മാതൃതുല്യമാണ്. നമുക്ക് ദുർഗയെ കാണണം. വന്നാലും അതാ നോക്കൂ. ഇപ്പോഴും അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. കുട്ടാ, എന്താണ് നോക്കി നിൽക്കുന്നേ? വാ കഴിക്ക്. കുട്ടാ, എന്തു പറ്റിയിടാ? ഒന്നുമില്ല അമ്മ. തിരുമേനി എന്താ? പൂർണ്ണചന്ദ്രദിനം വന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമേ പഴയകാല ഓർമ്മ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരാൾക്ക് ആ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല. ആരാണ് തിരുമേനി അത്? അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ നാളെ രാത്രിയോടുകൂടി എല്ലാതും തെളിയും. പ്രിയപ്പെട്ട എന്റെ നാഗക്കുളം നിവാസികളെ, നമ്മളെല്ലാരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാഗോത്സവം. അത് മാത്രമല്ല നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികൾ. നമുക്കപ്പോ പരിപാടികൾ തുടങ്ങിയാലോ? ആദ്യ ചുവടുകളുമായി വരുന്നു അക്ഷയ ആൻഡ് ടീം. ഏകദേശം കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളുടെ പാട്ടുകാരെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യണ്ടേ? നമ്മുടെ എല്ലാവരുടെയും മാധവ് മാഷും മാഷിന്റെ ഫ്രണ്ട്സിനെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇനി നമ്മുടെ ഫേമസ് യൂട്യൂബറായ ജ്യോതിയെ ഒരു ഗാനവുമായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സോങ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാടി കൺപാക്കുവാൻ കണ്ണനീ കരിമുകിലംബരനീ മധുരാപുരി മൃദുരാപുരി മഴയായേ അലിയൂ കണ്ണനീ കരിമുകിലംബരനീ മധുരാപുരി മധുരാപുരി നീലാംബുജ നയനമായി ഞാനോരാവു ഇരുടു വീണ്ടി വന്നു ടുൻ ടുരുരുടുൻ ടുരുരുടുൻ ടുരുരുരുരുരു ആരും കാണാതകലെ കാത്തു നിന്നു ടുൻ ടുരുരുടുൻ ടുരുരുടുൻ. താങ്ക് യു മുത്തുമണീസ്. അതാ അവസാനത്തെ നൃത്ത ചൂടുകളുമായി വന്നെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ ഡോക്ടർ കാളിയും കാളിയുടെ സുഹൃത്തായ ഭൈരവുമാണ്. ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ನೀನೇ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. കാളി ദേവ കാളി പറയൂ ദേവ. കാളി ഇത് അവിടുന്ന് തന്നെ. അതെ, നാം തന്നെ ദേവ. ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി? ഒരുപാട്. ഇപ്പോ നീ നമ്മെ സ്വന്തമാക്കിയില്ലേ? ആക്കി, നമ്മുടേത് മാത്രമാക്കി. വന്നാലും അവിടുന്ന് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുറിയിലുണ്ട്. വരൂ. ഇതെല്ലാം നമുക്ക് 10 വയസ്സുള്ളപ്പോൾ നാം വരച്ചു തുടങ്ങിയതാ. ആദ്യമായി അങ്ങ് നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മായയാണോ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ആ ചിത്രത നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷമായിരിക്കുന്നു. കാളി പറഞ്ഞാലും ദേവ, അവിടെ നിന്നെ നാം പ്രണയിക്കുന്നു. നാമും പ്രണയിക്കുന്നു ദേവ. എന്റെ ശിവശക്തി. തിരുമേനി,
പൂർണ്ണായിരിക്കുന്നു. പുനർജന്മം അവർ പൂർണ്ണമാക്കിയിരിക്കുന്നു. അവർ ഇരുവരും സംഗമിച്ചിരിക്കുന്നു. കൈലാസം ഇപ്പോൾ ആരവങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശ്രീ പാർവതി ദേവി കൈലാസത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ദേവഗണങ്ങളും അസുരഗണങ്ങളും എന്തിന് മഹാദേവൻ വരെ സന്തോഷത്താൽ അശ്രു പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അറിഞ്ഞതറിഞ്ഞു, പക്ഷെ ഈ കാര്യം ഇനി ആരും അറിയരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പിള്ളാരെയും നാഗകുലവാസികളെയും മറ്റാരെയും അവർ ഇരുവരുമാണ് കാളിയും ഭൈരവനും എന്ന് അറിയിക്കരുത്. അതെന്താ തിരുമേനി? ചില കാര്യങ്ങൾ രഹസ്യമാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ശരി തിരുമേനി. ഡേ, ആ തേജേട്ടാ, നാളെ എൻ്റെ അമ്മ ഒരു കാര്യം പറയും. അതിന് നീ ഓക്കെ ആണെന്ന് പറയണം കേട്ടോ. എന്ത് കാര്യം? എൻ്റെ ഭാര്യയായിട്ട് വരുമോന്ന്. ഓ തേജേട്ടാ, എന്തേ പറയണേ? പറഞ്ഞിട്ട് പോ മനുഷ്യ. കാളി, വെറുക്കരുതെന്നെ. എനിക്ക് പറ്റില്ല ഇതൊക്കെ. അമ്മ, കഴിഞ്ഞ കാലമെല്ലാം അവിടെ കഴിഞ്ഞു. ഇത് പുതിയ ജന്മമാണ്. ഇപ്പോൾ തീർത്തും അമ്മ എനിക്കൊരു സഹോദരിയല്ല, ദൈവതുല്യാണ്, പ്രകൃതിയാണ്, ശക്തിയാണ്, അമ്മയാണ്. ഇത് മതി അമ്മ, എനിക്ക് വേറൊന്നും വേണ്ട. കുട്ട, ഇനിയും ഒരു പുനർജന്മം നീ ആഗ്രഹിക്കുന്നുണ്ടോ കാളി? ഇല്ല, വൈ, ഈ ജന്മത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി എനിക്ക് ഒന്നും വേണ്ട. ദേ, ഈ നെഞ്ചിൽ ചേർന്ന് മരണം വരെ കിടന്നാൽ മതി. അപ്പൊ ബുക്കീസ്, ഞാൻ ഇനി ആരെയും 1 by 1 എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയി അവരെ കല്യാണം കൂടിയേച്ചും വാ. आज सजे आए वे सारा शहर, आज हो गई आवे रब दी महल। तेरी मेरी गल्ला होगी मशहूर, करना कभी तू मुझे नजरों से दूर। कितने चलिए तू, कितने चलिए तू, कितने चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं ना रहूं, मेरे बिना तू। कितने चलिए तू, कितने चलिए तू, कितने चलिए। ना जाओ जी, मन प्रीत कराओ जी, राखूं तरसावे हो, मन सकल दिखाओ जी। गिला 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 गिलागे गिला 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 मनीषीले गिला 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 गिलागे गिला 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 मनीषीले मणिनागे गिला गिला गरिनागे गिला गिला पादाल मणिनागे गरिनागे गिला 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 गिलागे